friends, welcome back to our English class and promise here. So, നോക്കൂ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്തത്? We learned the summary of the chapter quality. Quality എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സമ്മറി നമ്മൾ എന്ത് ചെയ്തു? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. So today we are going to discuss a few important questions from the chapter. So നോക്കൂ ഇവിടെ MCQ questions ആണ് മിസ് എന്ത് നിങ്ങൾക്ക് ഒരു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Because എന്താണ് MCQ questions നമുക്ക് ഒരു ഹിന്റ് വെച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് it is very easy for us to explain എന്താണ് to understand. Okay, നമുക്ക് എന്തൊട്ടും ഒരു മൊത്തം ഒരു ഔട്ട് ഫിഗർ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കിയാലും. സോ നോക്കൂ ഇവിടെ എങ്ങനെയാണ് the first question comes as the two Xylem brothers believed. Okay, ആ രണ്ട് Xylem brothers എന്തായിരുന്നു അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്തായിരുന്നു? ഇൻട്രൊഡ്യൂസിംഗ് the quality of boots. ബൂട്ട്സിന്റെ ക്വാളിറ്റി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ, ഇൻ പ്രൊഡ്യൂസിംഗ് the quality boots, വളരെ ക്വാളിറ്റി ഉള്ള ബൂട്ടുകൾ എന്താണ് അത് ഉണ്ടാക്കുന്നതിൽ, to employ servantsന് എംപ്ലോയി ജോലി കൊടുക്കുന്നതിൽ, to be prompt in business. Okay, ബിസിനസ് എന്താണെന്ന് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ട് എന്ത് ചെയ്യുക, ബിസിനസ് ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിൽ. സോ വി നോ ദാറ്റ് നമ്മൾ ആ ഒരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, വി ഗെറ്റ് എ ഡിഫറെന്റ് പിക്ചർ ഓഫ് ദോസ് ടു ബ്രദേഴ്സ്. അല്ലെ, നമുക്ക് വളരെ എന്താ പറയുക ഐഡന്റിക്കൽ ആയിട്ടുള്ള, വളരെ എന്താ പറയുക ഒരു സത്യസന്ധരായിട്ടുള്ള, വളരെ എന്താ പറയുക ജനറസ് ആയിട്ടുള്ള രണ്ടാളുകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. സോ നമുക്ക് ഇവിടെ എന്താണ് വിതൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സേ ദാറ്റ് ദേ ബിലീവ് എന്താണ് ഇൻട്രൊഡ്യൂസിംഗ് ദ ക്വാളിറ്റി ബൂട്ട്സ്. അല്ലെ, വളരെ ക്വാളിറ്റി ഉള്ള ബൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലായിരുന്നു എന്ത് അവർ രണ്ടുപേരെ ശ്രദ്ധ എന്നുള്ളത് we can understand. So the next question is the author visited the boot shop. ആ ഓഥർ എപ്പോഴാണ് ബൂട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്തത്? ഫ്രീക്വന്റ് ആയിട്ടാണോ, ഓഫൻ ആയിട്ടാണോ, ഇൻഫ്രീക്വന്റ്ലി ആണോ, ജസ്റ്റ് വൺസ് എ ഇയർ? നമുക്കറിയാം അദ്ദേഹം എന്താണ് ഓഫൻ എപ്പോഴും എന്ത് ചെയ്യാറില്ല, he did not visit the shop. അദ്ദേഹത്തിന് when he came to London, അദ്ദേഹം ലണ്ടനിൽ വരുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്യാറ്, വിസിറ്റ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരു ഉത്തരം എഴുതണമെങ്കിൽ നമുക്ക് ഏത് വാക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാം? We can say that infrequently the author used to visit their shop. അല്ലെ, വളരെ വല്ലപ്പോഴും എപ്പോഴാണോ ലണ്ടനിൽ അദ്ദേഹം വന്നിരുന്നത് ആ സമയത്താണ് എന്ത് അദ്ദേഹം വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. Now the next question is the authors complained about the boots that Craig left Mr. Xylem. എന്താണ് ഇത്? ഷോക്ക്. അല്ലെ, തീർച്ചയായിട്ടും എന്താണ് ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യത്തെയാണ് എന്ത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. The authors complained about the boots that Craig left Mr. Xylem. അദ്ദേഹം ഭയങ്കര ഷോക്ഡ് ആയി പോയില്ലേ ഇത് കേട്ട സമയത്ത്. നെക്സ്റ്റ് വൺ നോക്കൂ ഇവിടെ ഫോർത്ത് വൺ, Mr. Xylem's complaint about the big firms was that they, ഒരിക്കലും എന്താണ് മിസ്റ്റർ ജെസ്ലർ നമ്മൾ ഓഥറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ബിഗ് ഫേംസ് ഇന്നത്തെ കാലത്ത് ബിഗ് ഫേംസ് എങ്ങനെയാണ് ഹൗ ദേ യൂസ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഹൗ ദേ യൂസ് ദ മാർക്കറ്റ്, എങ്ങനെയാണ് അവർ മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് വികാരമാണ് ഉണ്ടായത്? നോക്കൂ, വാട്ട് ആർ ദ ഓപ്ഷൻസ് ഹിയർ? സ്പോയിൽഡ് ഹിസ് ബിസിനസ്, പ്രൊഡ്യൂസ്ഡ് വർത്ത്ലെസ് ബൂട്ട്സ്, ഡെലിവേർഡ് ഓൺലി ക്വാളിറ്റി, ബോത്ത് എ ആൻഡ് ബി. നമുക്കറിയാം ആക്ച്വലി അദ്ദേഹം പറയുന്നത് എന്താണ്, ദേ സ്പോയിൽഡ് അവർ ബിസിനസ്. അല്ലെ, ഞങ്ങളെപ്പോലുള്ള ചെറിയ ആളുകളുടെ ബിസിനസ് എന്താണ്, സാധാരണക്കാരുടെ ബിസിനസ്, ദാറ്റ് സ്പോയിൽഡ് ബൈ ആരാണ്? ഇറ്റ് ഈസ് സ്പോയിൽഡ് ബൈ ആരാണ്? ബിഗ് ഫേംസ്. അല്ലെ, വലിയ വലിയ കമ്പനീസ് എന്ത് ചെയ്തു നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ജോലി എന്ത് ചെയ്തു, ബിസിനസ് തകർത്തു എന്നാണ് പറഞ്ഞത്. Now the fifth question is the author felt pity so he ordered. ഇത് കേട്ട സമയത്ത് നമ്മൾ ഓഥർക്ക് പല സമയങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ജെസ്ലർ ബ്രദേഴ്സിനോട് ഒരു പിറ്റിനെസ്, അല്ലെ, എന്താണ് ദയ തോന്നാറുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, whenever he comes to the shop he orders. അല്ലെ, നോക്കൂ, a pair of boots ആണോ, many pair of boots ആണോ, to mend the boot that creaked, both A and B. ഇവിടെ നോക്കൂ, നമുക്കറിയാം many pairs of boots, അദ്ദേഹം ഒരുപാട് എന്താണ് ബൂട്ട്സിന് അദ്ദേഹം ഓർഡർ കൊടുക്കാറുണ്ട്. Now the question number 6 is Mr. Xylem died of എന്താണ് cholera, slow starvation, rabies, a shock. എന്താണ് we know that how എന്താണ് ലാസ്റ്റിലേക്ക് ആവുന്ന സമയത്ത് ഹൗ മിസ്റ്റർ ജെസ്ലർ ഹി വാസ് സ്ട്രഗ്ലിംഗ് എന്നുള്ളത്, അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല, സൗകര്യം ഉണ്ടായിരുന്നില്ല, നത്തിങ് ദേ ഹാഡ്. ലൈഫ്. സോ എന്താണ് ഡ്യൂ ടു സ്റ്റാർവേഷൻ, അല്ലേ, ഡ്യൂ ടു സ്റ്റാർവേഷൻ പട്ടിണി കാരണമാണ് അവർ എന്ത് ചെയ്തത്, മിസ്റ്റർ ജെസ്ലർ മരിച്ചു പോകുന്നത്. അപ്പൊ അത് നമുക്കറിയാം. സോ വാട്ട് ഇസ് ആൻസർ ഹിയർ? ഈ സ്ലോ സ്റ്റാർവേഷൻ, പട്ടിണി കിടന്നാണ് എന്ത് ചെയ്തത്, അദ്ദേഹം മരിച്ചു പോകുന്നത്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് മിസ്റ്റർ ജെസ്ലർ ഷോപ്പ് വാസ് ടേക്കൻ ഓവർ ബൈ, ആരാണ് അദ്ദേഹത്തിന്റെ ഷോപ്പ് എടുത്തത്? പിന്നെ ദ ഇംഗ്ലീഷ്മാൻ, ഹിസ് എൽഡർ ബ്രദർ, ആൻഡ് ഇംഗ്ലീഷ്മാൻ his younger brother. ഇവിടെ നോക്കൂ നിങ്ങൾ, an Englishman, ഒരു ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹത്തിന്റെ ഷോപ്പ് എന്ത് ചെയ്തത്, പിന്നെ ഏറ്റെടുത്തത്. Now the eighth question is the main distinction of the shop of Mr. Xylem was എന്തായിരുന്നു? Its modern look, its quietness, the red color, its neatness. എന്താണ് നമുക്കറിയാം, അവിടെ ഭയങ്കര ആ ഷോപ്പിൽ കയറുമ്പോൾ എന്താണ് ഭയങ്കര കാമൻ ക്വയറ്റ് അല്ലെ, ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒരുപാട് പരസ്യങ്ങളോ ഒരുപാട് ലൈറ്റോ ഒരുപാട് ബൂത്ത്സോ ഇതൊന്നും ആ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല. ആകെ അവിടെ ഉണ്ടായിരുന്ന എന്താണ്, ഇവർ രണ്ടുപേരുണ്ടായിരുന്നു, അതേപോലെ
എന്താണ് വളരെ കുറഞ്ഞ ഉണ്ടാക്കി വെച്ച എന്താണ് ബൂട്ട്സും അല്ലേ. സോ വി ക്യാൻ ആൻസർ ഇറ്റ്സ് ക്വയറ്റ്നെസ് അല്ലേ. അതിന്റെ ക്വയറ്റ്നെസ് ആണ് എന്ത് അതിന്റെ ഡിസ്റ്റിങ്ഷൻ, ദ മെയിൻ ഡിസ്റ്റിങ്ഷൻ ഓഫ് ദ ഷോപ്പ് എന്ന് we can say. Now the next question is, when the author met Mr. Jessler after his brother's death, he found him suddenly എന്താണ് പറയുന്നത് വെരി ഓൾഡ് അല്ലേ. അടുത്ത പ്രാവശ്യം മിസ്റ്റർ ജെസ്ലറിന്റെ ബ്രദർ മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം നമ്മുടെ ഓതർ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എന്താണ് റിമൈനിങ് ആയിട്ടുള്ള ജീവിച്ചിരിപ്പുള്ള ബ്രദറെ കണ്ട സമയത്ത് എന്താണ് ഹി വാസ് വെരി ഷോക്ക് അല്ലേ. ആളെന്താണ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് എന്താണ് 10-15 വർഷം എന്താണ് 15 വയസ്സ് കൂടിയത് പോലും പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് പറയുന്നുണ്ട്. സോ ഹി ബിക്കം വെരി ഓൾഡ് അല്ലേ. ആൾ എന്ത് ചെയ്തു ആകെ ക്ഷീണിച്ച് പ്രായം തോന്നിപ്പോയി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. മിസ്റ്റർ ജെസ്ലർ ഡൈറ്റ് ഓഫ് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? നമുക്കറിയാം സ്റ്റാർവേഷൻ കാരനാണ്. നെക്സ്റ്റ് വൺ നോക്കൂ. പ്രൂവ് ദാറ്റ് മിസ്റ്റർ ജെസ്ലർ വാസ് നോട്ട് ആൻ ഇംഗ്ലീഷ് മാൻ. നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാൻ അല്ല എന്നുള്ളത് പറയുന്നത്. ഹി ഡിഡ് നോട്ട് ഹാവ് എനി എറ്റിക്വേറ്റ്സ് ഇൻഫ്ലുവൻസസ് ഓഫ് ഹിസ് മദർ. ഹി ഡിസ്ലൈക്ഡ് ഇംഗ്ലീഷ് മാൻ. ഹി വാസ് ബിറ്റൻ ബൈ ആൻ ഇംഗ്ലീഷ് മാൻ. വി നോ ദ ആൻസർ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസസ് ഓഫ് ഹിസ് മദർ. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഇൻഫ്ലുവൻസസ് ആണ് അല്ലെ. നോക്കൂ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 12. Where did Mr. Jessler live? എവിടെയാണ് അദ്ദേഹം ജീവിച്ചത്? He lived in London in his shoe shop. He lived in Brisbane in a hut. He lived in Queen's Island. He lived in New York. നമുക്കറിയാം ലണ്ടനിൽ അദ്ദേഹത്തിന് ലണ്ടൻ സ്ട്രീറ്റിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഷൂ ഷോപ്പിലായിരുന്നു ഇവരെന്ത് ചെയ്തത് ഇവർ രണ്ടുപേരും ജീവിച്ചത്. സോ അതുകൊണ്ട് തന്നെ we can write അല്ലെങ്കിൽ we can give the answer. He lived in London in his shoe shop. Where did he live? അദ്ദേഹം ജീവിച്ചത് എവിടെയാണ്? അദ്ദേഹത്തിന്റെ ലണ്ടനിലുള്ള ഷൂ ഷോപ്പിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത് ജീവിച്ചത്. Now the 13th question is, what material Mr. Jessler used to make the boots? എന്താണ് മിസ്റ്റർ ജെസ്ലർ യൂസ് ചെയ്തത് മെറ്റീരിയൽ ബൂട്ട് ഉണ്ടാക്കാൻ? ഫൈനസ്റ്റ് ക്വാളിറ്റി ലെതർ, റഫ് ലെതർ, സോഫ്റ്റ് റെക്സിൻ, ഇമ്പോർട്ടഡ് റഫ് റെക്സിൻ. We know that the answer it is finest quality leather. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ലെതർ ആണ് എന്ത് ചെയ്തത് അദ്ദേഹം യൂസ് ചെയ്തത്. Now the next question is, the name plate was missing at Mr. Jessler's shop as. എന്താ പറയുന്നത് ഇവിടെ? It was broken, it was out of fashion, it was taken out by someone, it was stolen away. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണല്ലേ. It was taken out by someone. ആരോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. So it was taken out by someone. That is the answer. Now the next question is, Mr. Jessler smiled while replying the question because he എന്താണ് agreed with the speaker, felt proud of his work, was pleased that someone had praised him. None of the above. നമുക്കറിയാം മിസ്റ്റർ ജെസ്ലർ he always was എന്താണ് proud of his work അല്ലേ. അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ എന്താണ് വളരെ പ്രൗഡ് ആയതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ചിരിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കൂ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? What did the author place the order for? What did the author place the order for? എന്താണ് നമ്മൾ ഓർഡർ ഇവരെ ഷോപ്പിൽ വന്നിട്ട് കൊടുക്കുന്ന ഓർഡേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലവ് ആണോ, ബൂട്ട് ആണോ, സോക്സ് ആണോ? None of this. We know that എന്താണ് ക്വാളിറ്റി ബൂട്ട്സ് ആണ് അല്ലേ. നെക്സ്റ്റ് വൺ, what has caused the slow business for shoemaker? എന്താണ് നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ what has caused the slow business for shoemaker? നമ്മുടെ ഈ ഷൂമേക്കറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ലോ ഡൗൺ ആവാനുള്ള ഒരു കാരണം എന്താണ്? why it was and that became very slow അല്ലെങ്കിൽ എന്താണ് അവരുടെ ബിസിനസ്സിൽ കുറച്ചുകൂടി തകരാൻ അല്ലെങ്കിൽ എന്താണ് ഒന്ന് താഴ്ന്നു പോകാൻ എന്താണ് കാരണം എന്ന് അവിടെ ചോദിച്ചാലേ. The author had brought shoes from a big firm. The author's shoe did not last long. The fact that Mr. Jessler was losing on business and was having a difficult time. The author had not visited Mr. Jessler's shop for long. The author was turned out to be. നമുക്കറിയാം ഇവിടെ the fact that Mr. Jessler was losing on business and was having a difficult time. ഈ ഒരു കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ എന്താണ് കുറഞ്ഞു എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ വന്നു. സോ കാരണം എന്താ അദ്ദേഹം ഒരാളോട് പറയേ മാർക്കറ്റിംഗ് ചെയ്യേ പരസ്യം കൊടുക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ത് ചെയ്തു ആകെ സ്ലോ ഡൗൺ ആയിട്ട് മാറിയില്ലേ. Now the next question is, the author was turned out to be. അദ്ദേഹം ഓഥറെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും അറിയാം kind person, careless about others' emotions, avoiding going to the shop, a busy man. ഈ നാലെണ്ണം നോക്കുമ്പോൾ നമുക്കറിയാം how kind the author was, how kind the person he was. So he was always എന്താണ് a kind person. നമ്മുടെ റൈറ്റർ എന്താണ് he always എന്താണ് seen as a kind person in the chapter. നമ്മുടെ ഈ ചാപ്റ്ററിൽ അദ്ദേഹത്തെ എപ്പോഴും ദയുള്ള നല്ലൊരു ജനറസ് ആയിട്ടുള്ള വളരെ മാന്യനായിട്ടുള്ള വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്ത് ചെയ്തത് നമ്മൾ കണ്ടത്. So we can give the answer as എന്താണ് the kind person, a kind person. Now the next question is, what happened to Mr. Jessler? എന്താണ് മിസ്റ്റർ ജെസ്ലർ സംഭവിച്ചത്? He was ill, he was abstracted, he had no come to work that day. He had not come to that work that day. He was
dead. നമുക്കറിയാം ആക്ച്വലി എന്താണ്, he was died അല്ലേ, ആൾ എന്ത് ചെയ്തു, ആള് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, why was the author disturbed? എന്തുകൊണ്ടാണ് നമ്മുടെ author why was he disturbed? എന്തുകൊണ്ട് അദ്ദേഹം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണപ്പെട്ടത്? He was worried about his books. He was getting late. He was worried about Mr. Jesler's well-being. He didn't like the young man. നമുക്കറിയാം അദ്ദേഹം എപ്പോഴും എന്താണ്, ജസ്ലസ് ബ്രദേഴ്സിന് എപ്പോഴും കൺസിഡറേഷൻ ഉള്ള വ്യക്തിയാണ് നമ്മുടെ ഓഥർ അല്ലെ. അതുകൊണ്ട് അവരെ കാര്യത്തിൽ എന്തുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് വളരെ ആശങ്ക ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, ഇദ്ദേഹം ഭയങ്കര worried ആയിരുന്നു, ഇദ്ദേഹത്തിന് കൺസേൺ ഉണ്ട് ടുവാർഡ്സ് ജസ്ലർ ബ്രദേഴ്സ് അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, why was the author disturbed? He was disturbed അല്ലെ. So these are some important questions from the chapter and hope this video is very useful to you people. So next classൽ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. സോ നിങ്ങളുടെ എക്സാം ആണ് വരുന്നത്. ഐ നോ ദാറ്റ് നമ്മളെ സംബന്ധിച്ച് CBSE സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എപ്പോഴും എന്താണ്, നമ്മൾ ലിറ്ററേച്ചർ പാർട്ട് എന്താണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. നമുക്ക് എന്താണ്, നമുക്ക് ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് അല്ല, നമുക്ക് ലിറ്ററേച്ചർ ശരിക്കും എന്താണ്, നമ്മൾ ഈ കഥ പഠിക്കണം, ചോദ്യങ്ങൾ എഴുതാൻ പഠിക്കണം. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം. സോ ഇതേപോലെ കൂടുതൽ കോണ്ടന്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും, I will be back. Okay, so thank you so much.